മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി. വിഭിന്നാർത്ഥങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്ന പദമാണ് കൂറ്. കൂറോടങ്കനമാരെ ആദരിപ്പതേ ചാരു കേരള സംസ്കാരത്തിൻ കേന്ദ്രബിന്ദുവെന്നോർപ്പു എന്ന് വൈലോപ്പിള്ളി കവിതയിൽ പ്രയോഗിക്കുന്നത് സ്നേഹം, നന്ദി, കടപ്പാട് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണല്ലോ. കൂറുകാർ അഥവാ കൂറ്റുകാർ ചങ്ങാതികളാണ്. പ്രത്യേക ആശയത്തോടോ പാരമ്പര്യത്തോടോ കൂറുള്ള വിഭാഗത്തെ കൂറ്റുകാർ എന്ന് പറഞ്ഞിരുന്നു. പുത്തൻ കൂറ്റുകാർ, പഴയ കൂറ്റുകാർ എന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ രണ്ട് വിഭാഗത്തെപ്പറ്റി പറയാറുണ്ട്. പുതിയ മലയാളത്തിൽ ചങ്ങാതിമാർ കൂട്ടുകാരാണ്. കൂടുക എന്നതിന് ചങ്ങാത്തം കൂടുക എന്ന പ്രയോഗാർത്ഥമുണ്ട്. പ്രാചീന കൃതിയായ രാമചരിതത്തിൽ കൂറ് എന്ന പദം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. തമിഴ് ബന്ധം കൊണ്ടാവണം പറയുക എന്ന അർത്ഥത്തിലാണ് രാമചരിതത്തിൽ കൂടുതലായി ഈ പദം പ്രയോഗിച്ച് കാണുന്നത്. മന്നവനോട് കൂറിനാൻ, കൂറുവാനരുതന്നേരം, പെരുമൈ കൂറുവോം എന്നൊക്കെയുള്ള പല പ്രയോഗങ്ങളുണ്ട്. ദോഷം പറയുക എന്ന അർത്ഥത്തിൽ കറ കൂറുക എന്ന പ്രയോഗവും കാണാം. വലിയ പ്രത്യേകതയില്ല എന്ന അർത്ഥത്തിൽ വലിയ കൂറല്ല എന്നും, ശക്തിയോടെ എന്ന അർത്ഥത്തിൽ കൂറൊടും എന്ന് പ്രയോഗിച്ച് കാണാം. മുറിച്ച് വേർപെടുത്തുക എന്ന അർത്ഥത്തിൽ ഉണ്ണുനീലി സന്ദേശത്തിൽ കൂറ് പ്രയോഗിക്കുന്നു. നായകൻ ആദിത്യവർമ്മയെ സംബോധന ചെയ്യുന്നത് കണ്ണിൽ കൂടാതടയരുടൽ കൂറാളി എന്നാണ്. അനേക ശത്രുക്കളുടെ ഉടൽ കീറി മുറിച്ചവനെ എന്നാണല്ലോ ഇവിടുത്തെ സംബോധന. വെട്ടിക്കീറി പടയിൽ ഉടവാൾ കൊണ്ട് വേറിട്ടു കൂറിട്ടൊട്ടേടം നൃപ പറവരിന്നും വിരുന്നുണ്മതുണ്ടോ എന്നും തുടർന്ന് ചോദിക്കുന്നുണ്ട്. കൂടപ്പിറപ്പുകൾ മണ്ണു പങ്കിട്ടു പല കൂറായി പകുത്തു കൂടാരങ്ങൾ തീർത്തിവിടെ എന്ന് സൂര്യഗീതത്തിൽ കവി ONV കുറുപ്പ് എഴുതുമ്പോൾ കൂറിന് വിഭാഗം, ചേരി എന്നൊക്കെയാണ് അർത്ഥം. കൂറുവാഴ്ച എന്നൊരു പാരമ്പര്യത്തെക്കുറിച്ച് കേരള ചരിത്ര വിദ്യാർത്ഥികൾ കേട്ടിരിക്കും. തെക്കുംകൂറ്, വടക്കുംകൂറ്, തിരുവിതാംകൂർ എന്നൊക്കെയുള്ള ദേശനാമങ്ങൾ ഓർമ്മിക്കുമല്ലോ. ശാഖകളായി പിരിഞ്ഞ് ഭരണം നടത്തുന്ന ഒരു രീതി ചേര രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നത്രേ. ഒരേ കുടുംബത്തിൽപ്പെട്ടവർ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭരിക്കുക. എല്ലാവരിലും പ്രായമേറിയ ആൾക്ക് മൂപ്പുവാഴ്ച, ഇതിന് മുതുകൂർ വാഴ്ച എന്ന് പറഞ്ഞിരുന്നത്രേ. തെളിവ് സാമഗ്രി കൊണ്ട് സാധൂകരിക്കാനാവാത്തതാണ് ഈ പാരമ്പര്യ ധാരണ എന്ന വാദവും ഉണ്ട്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും